മിഡിൽ ഈസ്റ്റിൽ ഒരു എസ്കലേഷൻ വരാതിരിക്കാനാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ അറബ് രാജ്യങ്ങളിലേക്ക് ഒരു പര്യടനം നടത്തിയത്. എന്നാൽ യുകെയും അമേരിക്കയും കൂടി ചേർന്ന് യമനെതിരെ ആക്രമണം നടത്തണമെന്ന തീരുമാനവുമെടുത്ത് മറ്റ് യാതൊരു രാജ്യത്തിന്റെയോ മറ്റോ അപ്രൂവൽ ഒന്നും വാങ്ങിക്കാതെ അവരുടെ സെൻകോം വിചാരിച്ചതുപോലെ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നു. ഒന്നോ രണ്ടോ സ്ഥലത്തല്ല ആക്രമണം നടത്തിയിരിക്കുന്നത്. 16 മുതൽ 20 ടാർഗറ്റുകൾ നശിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഈ സ്ട്രൈക്ക് കണ്ടിന്യൂ ചെയ്യുമെന്നും പറഞ്ഞിരിക്കുന്നു. യമൻ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നു, മിഡിൽ ഈസ്റ്റ് അതിനേക്കാൾ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നു. ഓരോ രാജ്യവും എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ആവേശത്തിലിരിക്കുകയാണ്. ഇത് വലിയൊരു എസ്കലേഷനായി മാറാനുള്ള സാധ്യത ഏറെയാണ്. കാരണം ഹൂതീസ് പറഞ്ഞു കഴിഞ്ഞു ഇതിനുള്ള തിരിച്ചടി വളരെ പെട്ടെന്ന് തന്നെ കൊടുക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം എന്താണ് സംഭവിച്ചത് ഈ ഒരു വീഡിയോയിലൂടെ വളരെ വ്യക്തമായി അറിയാൻ പോകുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, മറക്കാതെ ജോയിൻ ചെയ്യുക. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ വിഷയം ഇസ്രയേൽ ഹമാസ് പ്രശ്നമാണ്. കാരണം ഈ യുദ്ധം അല്ലെങ്കിൽ ഈ എസ്കലേഷൻ ഇവിടെ നിന്നുമാണ് ഹിസ്ബുള്ളയിലേക്കും പിന്നീട് ഹൂതീസിലേക്കും എത്തിയത്. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഏകദേശം 1% കുട്ടികളുടെ പോപ്പുലേഷൻ ഗാസയ്ക്ക് നഷ്ടമായിരിക്കുന്നു. ഏകദേശം 10,000 കുട്ടികളാണ് മരണപ്പെട്ടിരിക്കുന്നത്. 10,000 കുട്ടികൾ കൊല്ലപ്പെട്ടതിന് ശേഷവും 23,000 ആളുകൾ കൊല്ലപ്പെട്ടതിന് ശേഷവും യുദ്ധം ആരംഭിച്ച് 100 ദിവസമായതിനു ശേഷവും ഒക്ടോബർ മാസം 7-ാം തീയതി അറിയിച്ച യുദ്ധമാണ്. ഇതുവരെ അതിനൊരു അവസാനം ഉണ്ടായിട്ടില്ല. ഈ ഒരു യുദ്ധത്തിൽ ഏതൊക്കെ രാജ്യമാണ് ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നതാണ് അടുത്ത ഒരു ചോദ്യം. ഡയറക്റ്റായി ഇൻവോൾവ് ആയിരിക്കുന്നത് ഇസ്രയേലും പാലസ്തീനുമാണ്. ഇതല്ലാതെ അടുത്ത രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ലെബനൻ, ഈജിപ്ത്, ജോർദാൻ, യമൻ, അടുത്ത രാജ്യമായി ഇറാൻ, ഇപ്പോൾ അമേരിക്കയും യുകെയും. ഒന്ന് ആലോചിച്ചു നോക്കൂ, 3-ാം ലോക മഹായുദ്ധത്തിന്റെ ഡോർ സ്റ്റെപ്പിൽ നിൽക്കുകയാണ്. ഡോറ് തുറക്കുന്നത് ആരാണ് അല്ലെങ്കിൽ ഏത് രാജ്യമാണ് എന്നതാണ് അടുത്ത വരുന്ന ഒരു ചോദ്യം. ആ ഡോറ് തുറക്കാനായി പുറത്തുനിന്നും മറ്റു രാജ്യങ്ങൾ ആർത്തു വിളിച്ചുകൊണ്ടിരിക്കുന്നു. അതിലൊരു ശബ്ദമായി ഈ ഒരു സെൻകോമിന്റെ ആക്രമണത്തെ കണക്കാക്കാം. ഹൂതീസ് ആണെങ്കിൽ ഞങ്ങൾ പാലസ്തീൻ ജനങ്ങൾക്ക് സപ്പോർട്ടായിട്ടാണ് ഉള്ളത് എന്നും പറഞ്ഞാണ് റെഡ് സീയിൽ ഇങ്ങനെ ആക്രമണം നടത്തുന്നത്. അമേരിക്കയാണെങ്കിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റായും ഇൻഡയറക്റ്റായും റെഡ് സീ ക്രൈസിസ് കാരണം ഏകദേശം 54 രാജ്യങ്ങൾ അവരുടെ ട്രേഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നതാണ് അമേരിക്കയുടെ വാദം. ഹൂതീസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇസ്രയേൽ കപ്പലിൽ മാത്രമാണ് ആക്രമണം നടത്തുന്നത്. മറ്റ് രാജ്യങ്ങളുടെ കപ്പൽ ഇസ്രയേലിനെ സഹായിക്കാൻ വന്നാൽ ആ കപ്പലും ആക്രമണം നടത്തുന്നുണ്ട്. അതല്ലാതെ നോർമൽ കപ്പലുകൾ ഞങ്ങൾ കടത്തിവിടുന്നുണ്ട് എന്നാണ് ഹൂതീസ് പറയുന്നത്. എല്ലാ കപ്പലും ഒരു ഘട്ടത്തിനപ്പുറം റെഡ് സീ വഴി ഇസ്രയേലിലേക്ക് പോകുന്നത് കൊണ്ട് ഹൂതീസിന്റെ ആക്രമണത്തിന് ഇരയാകുന്നു. ഇങ്ങനെ 27 മുതൽ 32 അറ്റാക്ക് വരെ, ചെറിയ ചെറിയ അറ്റാക്കുകളല്ല, എല്ലാം വലിയ അറ്റാക്കുകളാണ്. 27 മുതൽ 32 അറ്റാക്കുകൾ നടത്തിയിരിക്കുന്നു. ഇങ്ങനെ ആക്രമണം നടത്തിയതിനു ശേഷവും 2 ദിവസം മുമ്പ് 18 ഡ്രോൺസ് അയച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. ഈ 18 ഡ്രോൺസിനെയും യുകെയും യുഎസും കൂടെ ന്യൂട്രലൈസ് ചെയ്തു എന്ന ഒരു അറിയിപ്പ് US-UK കമാൻഡേഴ്സ് തന്നെ അറിയിച്ചിരുന്നു. കാരണം ഇവർ പല രാജ്യങ്ങളെയും കൂട്ടിച്ചേർത്ത് ഹൂതീസിനെതിരെ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിട്ടുണ്ട്. ഈ ടാസ്ക് ഫോഴ്സിൽ ഏകദേശം 12 രാജ്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാം. ഇങ്ങനെ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് പല കപ്പലുകൾക്കും, പല രാജ്യങ്ങളിലെ കപ്പലുകൾക്കും ഇവർ പ്രൊട്ടക്ഷൻ കൊടുത്തു. അങ്ങനെയുള്ള ഇവരുടെ സംരക്ഷണത്തെയാണ് ഹൂതീസ് ആക്രമിച്ചത്. അങ്ങനെ വന്നപ്പോൾ ഹൂതീസ് നമുക്കെതിരെ ആക്രമണം നടത്തി, തീർച്ചയായും ഇനി ഹൂതീസിനെ വെറുതെ വിടാൻ പാടില്ല എന്നും പറഞ്ഞ് ഹൂതീസിനെ ആക്രമണം നടത്താൻ വേണ്ടി യുകെയും യുഎസും കൂടി ഒരു പദ്ധതി ഒരുക്കുന്നു. ഈ ഒരു ആക്രമണത്തിന് വേണ്ടി മറ്റു പല രാജ്യങ്ങളോടും അനുവാദം ചോദിച്ചു. ഓസ്ട്രേലിയ, കാനഡ, നെതർലൻഡ്, ബഹ്റൈൻ, ഈ 4 രാജ്യങ്ങളും ഈ ഒരു ആക്രമണത്തിന് പിന്നിലുണ്ട്. ബഹ്റൈനും ഇതിന് പിന്നിലുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. ഈ 4 രാജ്യങ്ങൾ പ്ലസ് യുകെ പ്ലസ് അമേരിക്ക, ഇങ്ങനെ 6 രാജ്യങ്ങൾ. ഈ 6 രാജ്യങ്ങളും കൂടിയാണ് യമനിലേക്ക് എത്തി ഹൂതീസിനെതിരെ ആക്രമണം നടത്തണമെന്നും പറഞ്ഞ് യമനിൽ എയർ സ്ട്രൈക്ക് നടത്തിയത്. ഇങ്ങനെ ആക്രമണം നടത്തിയത് മാത്രമല്ല, അമേരിക്ക എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ റെഡ് സീ ക്രൈസിസിന്റെ പ്രധാന കാരണം ഇറാൻ ബാക്കപ്പ് കൊടുക്കുന്ന ഇതേ ഹൂതീസ്. അതുകൊണ്ട് തന്നെ ഹൂതീസിനെതിരെ ആക്രമണം നടത്തുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇനിയും ഈ ആക്രമണം തുടരും. അവരുടെ എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ നശിപ്പിക്കും. അവരെ ചലിക്കാൻ അനുവദിക്കില്ല. യമനിൽ അവർ എവിടെ ഒളിച്ചിരുന്നാലും അന്വേഷിച്ച് കണ്ടുപിടിച്ച് നശിപ്പിക്കുമെന്ന് US അറിയിച്ചിരിക്കുന്നു. അമേരിക്കയുടെ ഈ സെൻകോം അടുത്തതായി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഹൂതീസിന് സപ്പോർട്ടായിരിക്കുന്നവർ ആരൊക്കെയാണെന്നുള്ളത് അന്വേഷിച്ച് യമനിൽ വീണ്ടും ഒരു സ്ട്രൈക്ക് നടത്താൻ സാധ്യതയുണ്ട്.
വീണ്ടും വലിയൊരു ആക്രമണം നടന്നാൽ തീർച്ചയായും മിഡിൽ ഈസ്റ്റിൽ അതൊരു വലിയ പ്രശ്നമായി മാറും. മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല പല രാജ്യങ്ങളുടെയും ട്രേഡിനെ അത് ബാധിക്കും. അതുകൊണ്ടാണ് മറ്റു പല രാജ്യങ്ങളും വാർണിംഗ് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. വയലൻസ് ഇസ്രയേൽ ലെബനൻ അല്ലെങ്കിൽ ഇസ്രയേൽ ഹിസ്ബുള്ള ഭാഗത്ത് അധികമായി കൊണ്ടിരിക്കുന്നു എന്ന് പറയാം. കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബാങ്കിൽ 5800 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ ഇസ്രയേൽ ഗാസ യുദ്ധം ആരംഭിച്ചതിന് ശേഷം വെസ്റ്റ് ബാങ്കിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം, അതായത് യുദ്ധം നടക്കാത്ത വെസ്റ്റ് ബാങ്കിൽ മാത്രം കൊല്ലപ്പെട്ടവരുടെ എണ്ണം 320 ആണെന്ന് പറയപ്പെടുന്നു. സോ ഈ യുദ്ധം കുറച്ചായി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം. അമേരിക്കൻ മിലിറ്ററിയുടെ അറിയിപ്പ് പ്രകാരം ഹൂതീസ് വിൽ ബി ഹെൽഡ് അക്കൗണ്ടബിൾ എന്ന് പറഞ്ഞിരിക്കുന്നു. സോ റെഡ് സീ ക്രൈസിസിന്റെ പ്രധാന കാരണം ഹൂതീസ് ആണ്. അതുകൊണ്ട് തന്നെ ഹൂതീസിനെതിരെ വീണ്ടും ആക്രമണം നടത്തും എന്നതാണ്. ഇത് മാത്രമല്ല, ഇതിൽ ഡീസ്റ്റെബിലൈസിംഗ് എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഹമാസിനെ ഡീസ്റ്റെബിലൈസിംഗ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇസ്രയേൽ ആക്രമണം നടത്തിയതും, മറ്റൊരു ഭാഗത്ത് ഹൂതീസിനെ സ്റ്റെബിലൈസിംഗ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് അമേരിക്കയും അമേരിക്കയുടെ സുഹൃത് രാജ്യങ്ങളും ഡീസ്റ്റെബിലൈസിംഗ് ചെയ്യുന്നതും രണ്ടും ഒരേ യുദ്ധമാണ്. ഈ രണ്ട് പ്രശ്നത്തിലും ബാധിക്കാൻ പോകുന്നത് ഇറാൻ എന്ന ഒരു രാജ്യമാണ്. കാരണം ഈ യുദ്ധം എസ്കലേറ്റ് ആയാൽ മിഡിൽ ഈസ്റ്റിനെ ബാധിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇറാനെ ബാധിക്കും. ഇറാനാണ് ഹൂതീസിന് പണം കൊടുക്കുന്നത്, ഇറാനാണ് ഹൂതീസിന് ആയുധങ്ങൾ കൊടുക്കുന്നത്, ഇറാനാണ് ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നത് എന്ന് പലരും വ്യാപകമായി പറഞ്ഞു നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, അവർ അത് ചെയ്യുന്നുമുണ്ട്. അത് മാത്രമല്ല, ഹിസ്ബുള്ളയുടെ ബാക്കപ്പായി നിൽക്കുന്നതും ഇറാൻ എന്ന ഈ രാജ്യം തന്നെയാണ്. സോ എങ്ങനെ കണക്ക് കൂട്ടി നോക്കിയാലും ഇറാൻ ഈ യുദ്ധത്തിൽ ഉൾപ്പെടും. ഇറാനും അത്ര മോശപ്പെട്ടതല്ല. കാരണം റെഡ് സീയിൽ അവരുടെ നാവികസേനാ കപ്പലും നിർത്തിയിട്ടിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. UK ഇപ്പൊ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, UKയും US കൂടി ഹൂതീസിനെതിരെ ആക്രമണം നടത്തിയതിനു ശേഷം അവരുടെ മൂന്നാമത്തെ നാവികസേനാ കപ്പലിനെ റെഡ് സീയിലേക്ക് അയച്ചിരിക്കുന്നു. സോ ഇവരുടെ അടുത്തഘട്ട നീക്കം വലിയ ആക്രമണത്തിനായുള്ള ചെറിയ ഒരു ഉദാഹരണമാണ് അവരുടെ നാവികസേനയെ റെഡ് സീയിൽ കൊണ്ടുവന്ന് നിർത്തിയത്. യമൻ രാജ്യത്തിൽ ഇങ്ങനെയൊരു ആക്രമണം നടന്നയുടൻ തന്നെ എല്ലാവർക്കും ഭയം വന്നു. അമേരിക്കയിലും ഇതേ ഭയമുണ്ട്. പ്രത്യേകിച്ച് ന്യൂയോർക്കിലൊക്കെ യമനെതിരെ എന്തുകൊണ്ട് ഇങ്ങനെയൊരു ആക്രമണം നടത്തി എന്ന ചോദ്യത്തോടെ അമേരിക്കൻ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധം നടക്കുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. അമേരിക്കയിലുള്ള മറ്റ് രാഷ്ട്രീയ നേതാക്കളെല്ലാം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ജോ ബൈഡൻ സ്വന്തമായി ആലോചിച്ചാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റാരുമായി ഇത് ആലോചിക്കാനോ അനുവാദം ചോദിക്കാനോ നിന്നിട്ടില്ല. സോ ജോ ബൈഡൻ സ്വന്തം ഇഷ്ടപ്രകാരം അനുവാദം ചോദിക്കാതെ നടത്തിയ ഈ ഒരു ആക്രമണം കാരണം അമേരിക്ക പിന്നോക്കമാകാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ ജോ ബൈഡനെ കുറിച്ച് കൺട്രോൾ ചെയ്യുക എന്ന ശബ്ദം ഉയർന്നിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ ഒരു ആക്രമണം, അതായത് യമനിൽ നടത്തിയിരിക്കുന്ന US-ന്റെയും UK-യുടെയും ഈ ഒരു ആക്രമണം വെരി ഡേഞ്ചറസ് ഡയറക്ഷൻ എന്ന് നിരവധി അനലിസ്റ്റ് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്, ഇത് ശരിക്കും ഡേഞ്ചറസ് ഡയറക്ഷൻ തന്നെയാണ്. കാരണം ഇങ്ങനെ ഈ യുദ്ധം അല്ലെങ്കിൽ ഒരു എസ്കലേഷൻ മിഡിൽ ഈസ്റ്റിൽ വ്യാപിക്കാതിരിക്കാൻ വേണ്ടി പല രാഷ്ട്രീയ നേതാക്കളും പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഉദാഹരണത്തിന് ലോയിഡ് ഓസ്റ്റിൻ, അതുപോലെ തന്നെ ആന്റണി ബ്ലിങ്കണൊക്കെ. ഇവർക്കൊക്കെ ഇതൊരു ഷോക്കിംഗ് ഇൻഫർമേഷൻ ആണ്. സോ ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിൽ യമനിൽ നടത്തിയ ഈ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ട് എമർജൻസി മീറ്റിംഗ് നടത്താനുള്ള സാധ്യതയുണ്ടെന്നും പറയപ്പെടുന്നു. റഷ്യ ഉൾപ്പെടെ പല രാജ്യങ്ങൾ ശരിക്കും എമർജൻസി മീറ്റിംഗ് ചേരണം, എന്തുകൊണ്ട് ഈ ആക്രമണം നടത്തി, ഇങ്ങനെ എല്ലാ രാജ്യങ്ങളിലും അറ്റാക്ക് നടത്തിയാൽ എന്ത് സംഭവിക്കുമെന്ന മറ്റു ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുമാത്രമല്ല, ഇസ്രയേലിനെതിരെ വാർ ക്രൈം ചെയ്യുന്നു അല്ലെങ്കിൽ വംശഹത്യ ചെയ്യുന്നു എന്നതുമായി ബന്ധപ്പെട്ട് വിചാരണ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ജസ്റ്റിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഇസ്രയേലിന്റെ മറുപടി ഇതെല്ലാം ഞങ്ങൾ ചെയ്തത് ഞങ്ങളുടെ സെൽഫ് ഡിഫൻസിന് വേണ്ടി മാത്രമാണ് എന്നതാണ്. ഹൂതീസിന്റെ അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു യുദ്ധം അടുത്ത ഘട്ടത്തിലേക്ക് പോയിരിക്കുകയാണ്. ഈ ഒരു യുദ്ധത്തെ സംബന്ധിച്ച് വംശഹത്യ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ, വംശഹത്യ സപ്പോർട്ട് ചെയ്യാത്ത രാജ്യങ്ങൾ, ഇങ്ങനെ രണ്ട് സംഘമായി തിരിഞ്ഞിരിക്കുന്നു. ഇതിൽ അമേരിക്കയുടെ സുഹൃത്ത് രാജ്യങ്ങൾക്കെതിരെ ആക്രമണം തീർച്ചയായും ഉണ്ടാകും. വംശഹത്യ സപ്പോർട്ട് ചെയ്യുന്നവർ, വംശഹത്യ പ്രോത്സാഹിപ്പിക്കുന്നവർ അമേരിക്കയോടൊപ്പം, എന്നാൽ വംശഹത്യ പ്രോത്സാഹിപ്പിക്കാത്തവർ പാലസ്തീൻ ജനങ്ങളോടൊപ്പം, ഞങ്ങൾ പാലസ്തീൻ ജനങ്ങളോടൊപ്പമാണെന്നും ഹൂതീസ് പറഞ്ഞിരിക്കുന്നു. UK-യുടെ ഡിഫൻസ് സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് യമൻ സ്ട്രൈക്ക് ആർ നെസസറി ആൻഡ് അവർ ഡ്യൂട്ടി എന്നാണ്. ഇനിയും ഞങ്ങൾ ആക്രമണം നടത്തുമെന്നും കൂട്ടിച്ചേർത്തു. ഡയർ കോൺസിക്വൻസസ് ഉണ്ടാകുമെന്ന ഒരു വാർണിംഗ് ഹൂതീസ് അമേരിക്കയ്ക്കെതിരെ മുഴക്കിയിരിക്കുന്നു. സോ ഇസ്രയേൽ പാലസ്തീൻ ഈ യുദ്ധം അടുത്ത ഘട്ടത്തിലേക്ക് പോയി കഴിഞ്ഞു. ഇത്തവണ ഇസ്രയേൽ പാലസ്തീൻ മാത്രമായി നിൽക്കാതെ ഇസ്രയേൽ, ലോകരാജ്യങ്ങൾ, അമേരിക്ക എന്ന ഒരു വലിയ ഫോഴ്സും വലിയ ഗ്രൂപ്പും ചേരാനുള്ള സാധ്യതയും ഏറെ തന്നെയാണ്. സോ ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ആയി ചേർക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.